തൃപ്പൂണിത്തുറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, അതിലിപ്പോ അന്വേഷണം ഏതു വഴിക്കാണ്, എവിടം വരെ എത്തി? തൃപ്പൂണിത്തുറയിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ ഇന്നലെ കുടുംബം വിശദമായ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഹിൽ പാലസ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെയും ഒപ്പം തന്നെ കുട്ടി നേരത്തെ പഠിച്ച ജെം ഇന്റർനാഷണൽ സ്കൂളിലെയും കൂടുതൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ വിശദമായ മൊഴിയാണ് പോലീസിന് ഈ കുടുംബം നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് മിഹിറിന്റെ അമ്മ നൽകിയിരിക്കുന്നത്. ഈ മരണമുണ്ടായ ശേഷം ഇവിടെ നിന്ന് അവർ കുടുംബം ഇന്നലെയാണ് ഇവിടെ തിരിച്ചെത്തി പോലീസിന് വിശദമായ മൊഴി നൽകിയത്. ഈ മൊഴിയിൽ 3 സംഘങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. അത് ഒന്ന് ജെംസ് ഇന്റർനാഷണൽ സ്കൂളിലെ മാനേജ്മെന്റ് അടക്കത്തെയാണ്. കാരണം അവിടെ ഒരു കുട്ടിയുമായി പ്രശ്നമുണ്ടായി. അതിനുശേഷം അത് മറ്റൊരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രകോപനത്തിന്റെ ഭാഗമായി മിഹിർ അഹമ്മദിന്റെ ഒരു നടപടിയെ അന്ന് മാനേജ്മെന്റ് സസ്പെൻഷനോടുകൂടിയാണ് മിഹിറിനെ അന്ന് ഒരു ശാസന കൊടുത്തത്. പിന്നീട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ഈ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് അത് നീട്ടി നൽകി. പിന്നീട് ഒരു ഐസൊലേറ്റഡ് ആയ റൂമിലിരുത്തി എക്സാം എഴുതിപ്പിച്ചു. ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് പുറത്താക്കി. മിഹിറിനെ നോക്കാൻ മാത്രം പിന്നാലെ നടക്കാനായിട്ട് ഒരാളെ ഏർപ്പെടുത്തി. അങ്ങനെ ആ കുട്ടിയുടെ മാനസിക നില മുഴുവൻ തളർത്തുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് ജെംസ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൾ, പ്രത്യേകിച്ചും വൈസ് പ്രസിഡന്റിൻ്റെ പേരാണ് പറയുന്നത്, ഇദ്ദേഹം പോയി. അതിനുശേഷമാണ് കുടുംബം ഇനി ഈ സ്കൂളിൽ പഠിക്കേണ്ടെന്ന തീരുമാനത്തിൽ അവിടെ നിന്ന് TC വാങ്ങി ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ 2 മാസം മുൻപ് മിഹിറിനെ കൊണ്ട് ചേർക്കുന്നത്. ഗ്ലോബൽ പബ്ലിക്കിൻ്റെ ഇന്റർനാഷണൽ സ്കൂളിലാണ് മിഹിർ പഠിച്ചിരുന്നത് 9ാം ക്ലാസ്സിൽ. അവിടെ 2-3 വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയും അതിന് അടുത്ത് നിന്ന മിഹിറിനെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ച് കൊണ്ടുവന്നിട്ട് കയറിയാൽ മതി എന്ന് പറയുകയും പിന്നീട് മിഹിറിൻ്റെ കുടുംബാംഗങ്ങൾ ഈ മരണ ദിവസം ഈ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് അതിന് മുൻപ് തന്നെ റാഗിങ് നടന്നു. ഈ റാഗിങ് ആണ് മിഹിറിനെ മാനസികമായി തളർത്തിയത്. ഇതേ തുടർന്നാണ് മിഹിർ ഈ താമസിച്ചിരുന്ന ഫ്ളാറ്റിൻ്റെ 26ാമത്തെ നിലയിൽ നിന്ന് ചാടി മരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജെംസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെയും ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിനെതിരെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയുമാണ് കുടുംബം പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്നത്. ഈ 3 സംഘത്തെ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണത്തിലേക്കാണ് ഇനി പോലീസ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ വിശദമായ മൊഴി ഇത് സംബന്ധിച്ചെടുക്കുകയും ചെയ്യും.